എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അടിപൊളി 2 റൂറൽ പൈലറ്റ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡിസംബർ 14-ാം തീയതിയാണ് ഈ 2 പ്രോഗ്രാംസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ? നിങ്ങളിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കാനഡയിലേക്ക് PR നോക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുക. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. ഏതൊക്കെയാണ് ഈ 2 പൈലറ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റത്തേത് പറഞ്ഞാൽ റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ ക്ലാസ് ആണ് വന്നേക്കുന്നത്. രണ്ടാമത്തേത് പറഞ്ഞാൽ ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ ക്ലാസ് ആണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടുമാണ് ഇപ്പൊ റൂറൽ പൈലറ്റ് പ്രോഗ്രാം ഈസി PR പാത്വയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ, ആർക്കൊക്കെ വരാം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്, എന്തൊക്കെ എഡ്യൂക്കേഷൻ ആണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡിസംബർ 14-ാം തീയതിയാണ് ഇത് ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാനഡയിലെ എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു റൂറൽ ഏരിയാസിലുള്ള ലേബർ ഷോർട്ടേജ് ഒഴിവാക്കിയിട്ട് കുറെ ആൾക്കാർ അവിടത്തേക്ക് വന്നിട്ട് അവിടുത്തെ എക്കണോമി ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ ക്ലാസിന്റെ കാര്യം നോക്കാം. ഇതിനകത്ത് അവർ പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ ഓരോ റൂറൽ ഏരിയാസിലും ലേബർ ഷോർട്ടേജ് ഏതാണോ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണം നിങ്ങളുടെ ജോബ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇവർ പറഞ്ഞേക്കുന്നത് മിനിമം 1 വർഷമാണ് വേണ്ടത്. അതായത് 1560 മണിക്കൂർ ആയിരിക്കണം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഫുൾ ടൈം ആയിട്ട് എടുക്കും വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഇക്വലൻസിൽ നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് കൂടി വർക്ക് ചെയ്താൽ മതിയായിരിക്കും. ഇതിനകത്ത് ഒരു കണ്ടീഷൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് 3 ഇയേഴ്സിനുള്ളിലായിരിക്കണം ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ അക്വയർ ചെയ്തിരിക്കുന്നത്. അതായത് 1560 അവറും നിങ്ങൾ പാസ്റ്റ് 3 ഇയേഴ്സിനിടയിലായിരിക്കണം നിങ്ങൾ ഫുൾഫിൽ ചെയ്തിരിക്കേണ്ടത്. ഈ അടുത്ത ഒക്കുപേഷന്റെ കാര്യം പറയുവാണെങ്കിൽ ടിയർ കാറ്റഗറിയിലെ റിക്വയർമെന്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ ജോബ് ഓഫർ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സെപ്ഷൻ കേസ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആണ്, അതായത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പം ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും പാസ്റ്റ് 18 മന്ത്സിന്റെ ഉള്ളിൽ പാസ് ഔട്ട് ആയിരിക്കണം ഈ ഒരു പ്രോഗ്രാമിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രസൻസിന്റെ കാര്യമാണ്. നിങ്ങളിപ്പോൾ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ പ്രോഗ്രാംസ് ഒക്കെ എടുത്തിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ആയിരിക്കണം ആ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. 2 വർഷത്തേക്കാളും കൂടുതലുള്ള പ്രോഗ്രാമേ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ 16 മാസം, അതായത് ലാസ്റ്റ് 24 മാസത്തിൽ 16 മാസം നിങ്ങൾ ആ ഒരു ഡെസിഗ്നേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ സ്പെൻഡ് ചെയ്തിരിക്കണം. അതാണ് ഫിസിക്കൽ പ്രസൻസിന്റെ കാര്യം ഈ ഒരു പ്രോഗ്രാമിന്റെ അകത്ത്. ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ള കണ്ടീഷൻ ഇവർ പറയുന്നുണ്ട്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊന്നും പാടില്ല നിങ്ങളുടെ പ്രോഗ്രാമിൽ. അതായത് മോർ ദാൻ 50% ഓഫ് ക്രെഡിറ്റ് ഓഫ് ദ ലാംഗ്വേജ് സ്റ്റഡീസ്, അതായത് നിങ്ങൾ എടുത്തിരിക്കുന്ന പ്രോഗ്രാമിന് 50% കൂടുതൽ ലാംഗ്വേജ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ആണെങ്കിൽ പറ്റില്ല. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% കൂടുതൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ്. അതായത് ചില കോഴ്സസ് ഒക്കെ എടുക്കുമ്പോഴത്തേന് നമ്മൾ ഫിസിക്കലി ഇവിടെ പ്രസന്റ് ആവണം എന്നില്ല, നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ട് എഡ്യൂക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% കൂടുതൽ നിങ്ങളുടെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇനി അടുത്ത എംപ്ലോയ്മെന്റിന്റെ കാര്യം പറയുവാണെങ്കിൽ, നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ജോബ് ഓഫർ ഉണ്ടായിരിക്കണം. ഈ ഒരു ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ EDO ആയിരിക്കണം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എക്കണോമിക് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, അതായത് ഓരോ ഡെസിഗ്നേറ്റഡ് കമ്മ്യൂണിറ്റീസിന്റെ ഉണ്ട്. അപ്പൊ അത് ത്രൂ ആയിരിക്കണം നമുക്ക് ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഈ ഒരു എംപ്ലോയ്മെന്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ആയിരിക്കണം, ഫുൾ ടൈം ആയിരിക്കണം, നോൺ സീസണിലായിരിക്കണം. കാരണം ഇപ്പൊ ഇവിടെ കുറെ ജോബ്സ് എന്ന് പറഞ്ഞാൽ സീസണലായിട്ട് ജോബ് വരും. കാരണം ആ ഒരു പർട്ടിക്കുലർ സീസണിലേക്ക് മാത്രം ആൾക്കാർക്ക് നമ്മൾ ഓഫർ ആയിട്ട് കൊടുത്തിട്ട് അവരെ ഹയർ ചെയ്തും ആ ഒരു പർട്ടിക്കുലർ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഒരു ജോബ് കാണത്തില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നോൺ സീസണിലായിരിക്കണം. അതായത് നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു പെർമനന്റ് ആയിട്ട് ഫുൾ ടൈം ആയിട്ടുള്ള ജോബ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന ഉള്ള ഒരു കാറ്റഗറിയിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ജോബിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 75% ഓഫ് നിങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഉള്ളിലായിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഹയർ ചെയ്യുന്ന കമ്മ്യൂണിറ്റിന്റെ ഔട്ട്സൈഡ് ആണ് നിങ്ങളുടെ ജോബ് ഏറ്റവും കൂടുതലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു PR പോസിബിലിറ്റി ഇല്ല. പക്ഷെ നിങ്ങളുടെ ഈ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ 75% നിങ്ങളുടെ ആ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്രൂവൽ കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ ടിയർ അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. കാരണം നിങ്ങൾ പഠിച്ചത് വേറൊന്നും നിങ്ങൾക്ക് കിട്ടിയത് വേറൊന്നും, അത് പറ്റില്ല. ഇത് രണ്ടും കൂടി ഒന്ന് മാച്ച് ആയിരിക്കണം എന്ന ഉള്ള ഒരു കണ്ടീഷനും കൂടി ഇതിനകത്ത് പറയണം. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ആണ്. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് മതി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മതി. കാരണം ഇതിനകത്ത് പല ലെവൽസ് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇപ്പൊ CLB 6 വേണം ടിയർ 0ക്കും 1നും വേണ്ടിയിട്ട്, CLB 5 ആയിരിക്കണം ടിയർ 2നും 3ക്കും വേണ്ടിയിട്ട് ഉള്ളത്. പിന്നെ ടിയർ 4നും 5നും CLB 4
4 ആണ് വേണ്ടത്. അപ്പൊ ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ടിയർ കൂടുന്നതനുസരിച്ച് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് കുറയുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനേഡിയൻ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്നുള്ളത് നമ്മൾ വെസ്റ്റ് ചെയ്യുക, അതായത് നമ്മുടെ കൺട്രിയിൽ ഇപ്പോൾ ഫോറിൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫോറിൻ വർക്കേഴ്സ് ആണെങ്കിൽ നമ്മുടെ കൺട്രിയിൽ നമ്മൾ ചെയ്ത എഡ്യൂക്കേഷൻ ഇവിടുത്തെ നമ്മൾ വെസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യില്ല, ഇവർ കനേഡിയൻ ഇക്വലൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും ഇവർ പറയുന്ന ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്താൽ മതിയാകും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കമ്മ്യൂണിറ്റീസ് ആണ് ഈ ഒരു റൂറൽ പ്രോഗ്രാമിന്റെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതല്ല. പക്ഷെ ഈ ഒരു കമ്മ്യൂണിറ്റീസിന്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നല്ല, കുറെ റിപ്പോർട്ട്സുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആയിരിക്കാം, ഇത് ഒരിക്കലും ഒരു ഫൈനൽ ലിസ്റ്റ് അല്ല. ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള കാര്യമാണ്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്രീവിയസ് ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്തിട്ടും അതൊക്കെ അനലൈസ് ചെയ്തിട്ടും കുറെ റിപ്പോർട്ട്സുകൾ പറഞ്ഞതാണ്. ഇപ്പൊ ഒണ്ടാരിയർ ആണെങ്കിൽ നോർത്ത് ബേ ആണ്, സഡ്ബറി ആണ്, ടിമീൻസ് ഓൺ സോൾ, സെലിമരി ആൻഡ് ടണ്ടർ ബേ, അത് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഒണ്ടാരിയയിലുണ്ട്. ഇനി മാനിറ്റോബയിൽ എന്ന് പറഞ്ഞാൽ ബ്രാൻഡൺ ആൻഡ് ആൾട്ടോ, റിംഗ്ലാൻഡ് അങ്ങനെയൊക്കെ പറയുന്ന കമ്മ്യൂണിറ്റീസ്. പിന്നെ സസ്കാൻഷ്യൽ എന്ന് പറഞ്ഞാൽ മ്യൂസേജ, പിന്നെ ആൽബർട്ടയിൽ എന്ന് പറഞ്ഞാൽ ചാർലീഷും, ബ്രിട്ടീഷ് കൊളംബിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറോൺ, വെസ്റ്റ് ക്യൂട്ടണി, പിന്നെ ട്രെയില്, കാസ്ലഗർ, റോസ്ലാൻഡ്, മെൽസോൺ, അങ്ങനെയുള്ള കുറെ കമ്മ്യൂണിറ്റീസിന്റെ നെയിംസ് ഇവർ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇതൊക്കെ ഇതിന്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയണത്. അപ്പൊ ഇതൊരിക്കലും ഒഫീഷ്യൽ അല്ല. നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ടാമത്തെ പ്രോഗ്രാമിന്റെ കാര്യമാണ്. അത് ഫ്രാങ്കോഫോൺ. അത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത മാതിരി ഇത് ക്യൂബക്കിന്റെ ഔട്ട്സ്കേർട്സിൽ ഉള്ള കമ്മ്യൂണിറ്റീനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് കുറച്ചുകൂടി എക്കണോമിക് ബെനിഫിറ്റിനും അവരെ കുറെ ബിസിനസ്സുകൾ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് അറിയാവുന്ന ആൾക്കാരെ ഹയർ ചെയ്യുന്നു. അതായത് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് PR കൊടുക്കുന്നു. ഇതിനും നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ജോബ് ഓഫറിന്റെ ആവശ്യമുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ CLB 5 മതി ഫ്രഞ്ചിലും. ഇപ്പൊ ഈ 4 കാറ്റഗറി, അതായത് നമ്മൾ കേൾക്കുക, എഴുതുക, വായിക്കുക, സംസാരിക്കുക, ഈ ഒരു കാറ്റഗറിയിൽ CLB 5 മതി ഫ്രഞ്ചിലും. അവർ കുറച്ചും കൂടി ഫ്രഞ്ച് കമ്മ്യൂണിറ്റീനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് കുറച്ച് എന്താ പറയാ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ക്യൂബക്കിന്റെ ഔട്ട്സ്കേർട്സിലുള്ള കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ് ഇതുള്ളത്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനേഡിയൻ സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കണം. ഒരു ഫോറിൻ വർക്കർ ആണ്, സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ചെയ്ത എഡ്യൂക്കേഷൻ നിങ്ങളുടെ കനേഡിയൻ ഇക്വലൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് എംപ്ലോയ്മെന്റ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഒരു എന്താ പറയുക വാലിഡ് ആയിട്ടുള്ള എംപ്ലോയി ഇത് വേണം, എംപ്ലോയി ലെറ്റർ വേണം. അതെന്ന് നേരത്തെ പറഞ്ഞ മാതിരി ഫുൾ ടൈം ആയിരിക്കണം, നോൺ സീസണിലായിരിക്കണം. അവർ പ്രത്യേകം മെൻഷൻ ചെയ്യുന്ന കാര്യമാണ് നോൺ സീസണിലായിരിക്കണം. കാരണം ചില പർട്ടിക്കുലർ സീസണിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജോബ് ഓഫർ കൊടുത്തിട്ട് ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നോൺ സീസണിൽ എംപ്ലോയ്മെന്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ മെൻഷൻ ചെയ്ത മാതിരി ഫുൾ ടൈം ആയിരിക്കണം, എസ്പെഷ്യലി നോൺ സീസണിലായിരിക്കണം. അതായത് സീസണിലായിട്ടുള്ള ജോബ് ഓഫർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ത്രൂ PR കിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി 75% ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഫ്രഞ്ച് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം, ആ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിലായിരിക്കണം. ഇത് രണ്ടെണ്ണമാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള PR റൂറൽ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു പാത്വ, അതായത് ഈ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ജോബ് ഓഫർ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഈ പാത്വേയിലൂടെ നിങ്ങൾക്ക് PR സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം, അങ്ങനെ അത് മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിൽ കാണാം. അതുവരെ ബൈ.